അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സമൂഹത്തിൽ ആശൂറ വ്രതവും മുഹറമുമൊക്കെ സ്മരിക്കപ്പെടുന്നത് മറ്റൊരു തലത്തിൽ കൂടിയാണ്. ആശൂറ ദിനം വലിയ ദുഃഖാചരണത്തിൻ്റെയും ദുഃഖാഘോഷത്തിൻ്റെയും ദിനമായിട്ടാണ് നമ്മുടെ നാട്ടിലെ മീഡിയകളൊക്കെ അവതരിപ്പിക്കുന്നത്. ലോകത്ത് മുസ്ലിം സമൂഹം സുപ്രധാനമായ രണ്ട് വിഭാഗമാണ് ഉള്ളത്. ഒന്ന് അഹ്ലുസുന്നത്ത് എന്ന് പറയുന്ന സുന്നി വിഭാഗമാണ്. വലിയ ഒരു ഭൂരിപക്ഷം ജനങ്ങളും സുന്നി വിഭാഗമാണ്. മറുഭാഗത്ത് മറ്റൊരു വിഭാഗം ഷിയാക്കളാണ്. ഈ രണ്ട് വിഭാഗങ്ങളിലും ഉപവിഭാഗങ്ങൾ ഒരുപാടുണ്ട്. മൂന്നാമത്തൊരു വിഭാഗം ഖവാരിജികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. അവർ ലോകത്തൊരു രാജ്യം എന്ന നിലക്ക് ഒമാനിൽ മാത്രമാണുള്ളത്. അതിൻ്റെ പുറമെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അതിൽപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് വിഭാഗം, ഒന്ന് ഷിയാക്കളും മറ്റൊന്ന് സുന്നി വിഭാഗങ്ങളുമാണ്. സുന്നികളാണ് അതിലേറ്റവും മഹാഭൂരിപക്ഷമുള്ള വിഭാഗം. ഈ ആശൂറ ദിനത്തെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മാർഗദർശനങ്ങളുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടോ അല്ല ഷിആ വിഭാഗം അതിനെ നോക്കിക്കാണുന്നത്. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിനം ദുഃഖദിനമായിട്ടാണ് അവരാചരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം മുസ്ലിം സമൂഹം എങ്ങനെയാണോ സുന്നിയും ഷിഅയുമായി രണ്ടായി വിഭജിക്കപ്പെട്ടത്, അവിടുന്ന് ആരംഭിക്കുന്നതാണ് ആ ചരിത്രം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹമായിരുന്നു 3ാമത്തെ ഖലീഫ. അദ്ദേഹം വധിക്കപ്പെട്ട ശേഷം ഒരു സംഘം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വാദിക്കുന്നവരും മറ്റൊരു വിഭാഗം അലി റളിയല്ലാഹുവിന് വേണ്ടി വാദിക്കുന്നവരുമൊക്കെയായി ആളുകൾക്കിടയിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ആരംഭിച്ചു. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. അസല് യമൻകാരനാണ്, സൻആ നഗരത്തിൻ്റെ ഭാഗത്തുള്ള വ്യക്തിയാണ്. യഹൂദനാണ്, മത പണ്ഡിതനാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ശേഷം അദ്ദേഹം ഇസ്ലാമിക രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. ഹിജാസ്, ശേഷം ബസറ, പിന്നീട് കൂഫ, പിന്നീട് സിറിയ, പിന്നീട് ഈജിപ്ത്. ഹിജറ 34 അദ്ദേഹം ഈജിപ്തിലാണ് കേന്ദ്രീകരിച്ചത്. ഈജിപ്തിലെത്തി അദ്ദേഹത്തിന് ചില ചിന്തകളും ആശയങ്ങളുമൊക്കെയുണ്ട്. അതീവ സ്വകാര്യമാണെങ്കിലും അത് അല്പാൽപമായി അദ്ദേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പിന്തുണക്കുന്ന ഒരു വിഭാഗത്തെ അദ്ദേഹം ഈജിപ്തിലുണ്ടാക്കിയെടുത്തു. ഈജിപ്തിലുള്ള തൻ്റെ അനുയായികളിൽപ്പെട്ട വ്യക്തികളെ അദ്ദേഹം കൂഫയിലേക്ക്, ഈ ഇറാഖിൻ്റെ ഭാഗങ്ങളിലേക്ക് നിയോഗിച്ചു കൊണ്ടേയിരുന്നു. ആ ആളുകൾ കൂഫയിൽ ചെന്നുകൊണ്ട്, കൂഫ എന്ന് പറയുന്നത് ഇറാഖിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. കൂഫയിൽ ഈ ഇദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടായി. ആ സന്ദേശത്തിൻ്റെ ആദ്യഘട്ടം ആലുൻ നബി, നബി കുടുംബം, അവരുടെ മഹത്വവും പ്രാധാന്യവുമൊക്കെയാണ് ജനങ്ങളോട് പറഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നീട് 1ാം ഖലീഫയാകാൻ അർഹതപ്പെട്ട വ്യക്തി അത് അലി ഇബ്നു അബി ത്വാലിബാണ്. മാത്രവുമല്ല, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് വസിയത്ത് ചെയ്തിരുന്നു എന്ന ഒരു വ്യാജ കഥ അദ്ദേഹം മെനഞ്ഞുണ്ടാക്കുകയും ചെയ്തു. ദീർഘമായ നൂറ്റാണ്ടുകൾ പേർഷ്യൻ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന പ്രദേശമാണ് ഇറാഖും ഇറാനും. ചക്രവർത്തിമാരുടെ ഒരു പാരമ്പര്യമുണ്ട്. ഒരു ചക്രവർത്തി മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആൺമക്കളിൽ മൂത്തയാളാണ് തൻ്റെ പിൻഗാമിയായി വരിക. ആൺമക്കൾ ആരുമില്ലെങ്കിൽ പിന്നെ മരുമകനാണ് ആ സ്ഥാനത്തേക്ക് വരിക. ഇങ്ങനെയൊക്കെ ചില പാരമ്പര്യങ്ങൾ രാജ ശൃംഖലകൾക്കുണ്ട്.
അതുകൊണ്ട് തന്നെ രാജകീയ ഭരണം മനസ്സിലാക്കിയ പാരമ്പര്യമായി അനുഭവിച്ച ആളുകളുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശേഷം എന്തുകൊണ്ടും ഖലീഫയാകാൻ യോഗ്യനാര്? പ്രവാചകന് ആൺമക്കളാരുമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻഗാമിയാകേണ്ടത് ഫാത്തിമയുടെ ഭർത്താവായ അലിയാണ് എന്ന ആശയം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നബി കുടുംബത്തിൻ്റെ മഹത്വം പ്രചരിപ്പിക്കുകയും അലി റളിയല്ലാഹുവിനെ അദ്ദേഹത്തിന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മഹത്വം അതിതീവ്രമായ രൂപത്തിൽ അതിർ കടന്നുകൊണ്ട് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഒരു വേള ദിവ്യത്വം ആരോപിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ അനുയായികളായി തീർന്നിരുന്നു. ആ രൂപത്തിൽ കൂഫയിലും ബസറയിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ സന്ദേശം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ ഫലമായി ബസറയിൽ ഒരു വലിയ സംഘം ആളുകൾ ഒത്തുകൂടി. അവർ ഉസ്മാൻ റളിയല്ലാഹുവിനോട് വിദ്വേഷമുള്ളവരാണ്. അലി ഉണ്ടായിരിക്കെ ഉസ്മാൻ റളിയല്ലാഹു എന്നല്ലോ ഖലീഫയാകേണ്ടത് എന്ന ചിന്ത അവരെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. അവരാണ് വിപ്ലവകാരികളായ ഒരു സംഘം എന്ന നിലക്ക് മദീനയിലെത്തുന്നത്. ഹജ്ജിൻ്റെ സമയമായിരുന്നു. മദീനയിൽ മൊത്തത്തിൽ ആളുകൾ കുറവുള്ള സമയമാണ്. ആ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ ഇബ്നു സബൈ എന്ന് പറയുന്ന ഇസ്ലാം മതം സ്വീകരിച്ച പൂർവകാലത്ത് യഹൂദനായിരുന്ന ആ വ്യക്തിക്ക് വലിയൊരു പങ്കുണ്ട് എന്നാണ് ചരിത്രം സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വധിക്കപ്പെട്ടതോടുകൂടെ രാജ്യത്ത് മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥ വന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന് വേണ്ടി വാദിക്കുന്ന കുറച്ചാളുകൾ, പ്രമുഖ നേതാക്കളായ ആളുകൾ തന്നെ രംഗത്ത് വന്നു. മഹാഭൂരിപക്ഷം ആളുകളും അടുത്തൊരു ഖലീഫ എന്ന നിലക്ക് അലി റളിയല്ലാഹുവിന് പിന്തുണക്കുകയും ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിനെതിരായ നിലപാട് ആദ്യം വേണ്ടത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ കണ്ടെത്തുകയും പിടികൂടുകയും അതിനുള്ള നടപടികളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലരും രംഗത്ത് വന്നു. ആ നിലക്ക് അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് അനുകൂലമല്ലാത്ത നിലപാടായിരുന്നു ഈജിപ്തിലും സിറിയയിലുമൊക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഖിലാഫത്തിൻ്റെ പേരിൽ ചെറിയ ഒരഭിപ്രായ വ്യത്യാസം അവിടെ രൂപപ്പെട്ടു വന്നു. ഈ സന്ദർഭത്തിലാണ് അലി പക്ഷക്കാർ എന്ന പേരിൽ അലിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായത്. അവർ ഷിയഅത്തു അലി എന്ന ഒരു പേരിൽ അന്ന് വളരെ പ്രസിദ്ധരല്ലെങ്കിലും അത് ആ ഉസ്മാൻ അള്ളാഹിൻ്റെ വധത്തിൻ്റെ ശേഷമാണ് ആദ്യമായി അലിക്ക് വേണ്ടി വാദിക്കുന്നൊരു വിഭാഗം എന്ന നിലക്ക് ഷിയഅത്തു അലി എന്ന് പറയുന്ന ഒരു വിഭാഗം വന്നത്. അലി റളിയല്ലാഹു അൻഹു ഭരണം ഖിലാഫത്ത് ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കേന്ദ്രീകരിച്ചിരുന്നത് കൂഫയായിരുന്നു, തലസ്ഥാന നഗരി. കാരണം കൂഫക്കാരെല്ലാം അലി പക്ഷക്കാരായിരുന്നു, അലിക്ക് വേണ്ടി വാദിക്കുന്നവരായിരുന്നു. അങ്ങനെ കൂഫയും ഇറാഖും ഇറാനുമൊക്കെ അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ രാജ്യങ്ങളെത്തി. മക്കയും മദീനയും മൊത്തത്തിൽ അവരും അലി റളിയല്ലാഹുവിനെ അംഗീകരിക്കുന്നവർ തന്നെയാണ്. എങ്കിലും ചില അസ്വാരസ്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അലി റളിയല്ലാഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ ഈ രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് ചെറിയ 1-2 സംഘടനകളിലേക്ക് വരെ എത്തി. അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് അംഗീകരിച്ചിരുന്നില്ല ഈജിപ്തും സിറിയയും. നേരത്തെ പറഞ്ഞല്ലോ, ആ സിറിയയിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലം മുതൽ ഗവർണറായി അവിടെ ഉത്തരവാദിത്തം നിർവഹിച്ചു കൊണ്ടിരുന്ന വ്യക്തി മുആവിയ റളിയല്ലാഹു അൻഹുവാണ്. സിറിയക്കാരുടെ അഭിപ്രായം മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയാകണം എന്നതാണ്. അദ്ദേഹത്തെ പിന്തുണക്കുന്നവരാണ്. ഈജിപ്തിലെ ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസിയും ഈജിപ്തിലെ നേതാക്കന്മാരുമൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തായിരുന്നു അനുകൂലിച്ചിരുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായി. അതൊരു സംഘട്ടനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി. പ്രശ്നപരിഹാരം ഖുർആൻ അനുസരിച്ച് തീരുമാനിക്കാം എന്നിടത്ത് എത്തിയപ്പോൾ
ആ തീരുമാനത്തിന് അലി റളിയല്ലാഹു അൻഹു പിന്തുണച്ചു. അത് പിന്തുണച്ചപ്പോൾ അലി പക്ഷത്തുള്ള ഒരു വിഭാഗം ആളുകൾ അതിനെതിരായ നിലപാടിലെത്തി. അവർ അലി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അധിക്ഷേപിച്ചു. അവർ രണ്ടുപേർക്കും എതിരെയുള്ള നിലപാട് സ്വീകരിച്ചു. അവരിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഖവാരിജികളിൽപ്പെട്ട ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിനെ സുബഹി നമസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് എത്തിയ അദ്ദേഹത്തെ വധിച്ചു. ഇതിനിടയിൽ നേരത്തെ സൂചിപ്പിച്ച അബ്ദുല്ലാഹിബ്നു സബഇനെ കുറിച്ചുള്ള വിവരം അലി റളിയല്ലാഹുവിന് ലഭിച്ചു. അലി റളിയല്ലാഹുവിന് ഇല്ലാത്ത മഹത്വവും ആക്ഷേപങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ട് എന്ന വിവരമറിഞ്ഞു. ആ വിവരമറിഞ്ഞപ്പോൾ അലി റളിയല്ലാഹുവിനു ആ സംഘത്തിൽപ്പെട്ട ചിലരെ കൊണ്ടുവന്നു. അവരെ തീയിലിട്ട് ചുട്ടുകൊല്ലണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. നേതാവായിരുന്ന ഈ സംഘത്തിൻ്റെ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഇബ്നു സബഇനെ അവിടെ നിന്ന് മദായിനിലേക്ക് നാട് കടത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം മദായിൻ എന്ന് പറയുന്ന പ്രദേശങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഇതവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഘട്ടത്തോടു കൂടെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിങ്ങൾ 3 വിഭാഗമായി തീർന്നത്. അലി റളിയല്ലാഹുവിനെ തീർത്തും പിന്തുണക്കുന്ന ഒരു വിഭാഗം അലി പക്ഷക്കാരെന്ന പേരിൽ സമൂഹത്തിൻ്റെ ഇടയിൽ അറിയപ്പെടുന്ന അവസ്ഥ വന്നു. അലി റളിയല്ലാഹുവിനെ പിന്തുണക്കാതെ മുആവിയ റളിയല്ലാഹുവിനെ പിന്തുണക്കുന്ന മറ്റൊരു വിഭാഗം ഈജിപ്തിലും സിറിയയിലും ഉണ്ടായി. ഇത് രണ്ടിനെയും എതിർക്കുന്ന ഒരു മൂന്നാമത്തെ വിഭാഗം എന്ന നിലയ്ക്ക് ഒരു ചെറു സംഘം ഖവാരിജികളും ഉണ്ടായി. മഹാഭൂരിപക്ഷ മുസ്ലിങ്ങളും അന്ന് അലി റളിയല്ലാഹുവിനെ ഖലീഫയായിട്ട് അംഗീകരിക്കുന്നവരായിരുന്നു. മക്കയും മദീനയും ഹിജാസിൻ്റെ പ്രവിശ്യകളുമൊക്കെ അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിനെ പിന്തുണച്ചു. ആ അലി റളിയല്ലാഹുവിൻ്റെ കാലശേഷം പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹസൻ റളിയല്ലാഹുവിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഹസൻ റളിയല്ലാഹു 6 മാസക്കാലമാണ് ഖിലാഫത്ത് നിർവഹിച്ചത്. 6 മാസക്കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഖിലാഫത്ത് രാജിവെച്ചു. എന്നിട്ട് മുആവിയ റളിയല്ലാഹുവിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇസ്ലാമിക ചരിത്രം ഭിന്നതകളിൽ നിന്ന് മോചനം നേടി ഐക്യവർഷത്തിലേക്ക് പ്രവേശിച്ചു. ഹിജറ 41 ആമുൽ ജമാഅ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. ആ ആമുൽ ജമാഅത്തോടുകൂടെ മുസ്ലിങ്ങളുടെ എല്ലാ രാജ്യങ്ങളും എല്ലാ പ്രവിശ്യകളും മുആവിയ റളിയല്ലാഹുവിനെ അമീറുൽ മുഅ്മിനീൻ ഖലീഫയായി അംഗീകരിച്ചു. അങ്ങനെ പ്രശ്നങ്ങൾക്ക്, രാഷ്ട്രീയമായ ഭിന്നതകൾക്ക് ഒരളവോളം പരിഹാരമുണ്ടായി. ഒരു ഖലീഫയുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒരുമിച്ചു. മുആവിയ റളിയല്ലാഹുവിനെ എല്ലാവരും പിന്തുണച്ചു. ഹസൻ റളിയല്ലാഹുവിനെ പിന്തുണച്ചു, ഹുസൈൻ റളിയല്ലാഹുവിനെ പിന്തുണച്ചു. അങ്ങനെ എല്ലാവരുടെയും പിന്തുണയോടുകൂടെ ഒരൊറ്റ ഭരണം, ഒരു ഖിലാഫത്ത് എന്ന അവസ്ഥ വീണ്ടും മുസ്ലിങ്ങൾക്കിടയിലുണ്ടായി. ആ സമാധാനകാലം മുആവിയ റളിയല്ലാഹുവിൻ്റെ മരണത്തോടുകൂടെ വീണ്ടും മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. മുആവിയ റളിയല്ലാഹു മരണപ്പെട്ടു. മരണപ്പെടുന്നതിന് മുമ്പ് തനിക്ക് വേണ്ടി ഒരു പിൻഗാമിയെ കണ്ടെത്തണം എന്ന ആലോചനയുണ്ടായി. ആലോചനകളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നു. മുആവിയ റളിയല്ലാഹുവിൻ്റെ പിൻഗാമിയായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രൻ യസീദിനെ ചിലരൊക്കെ അഭിപ്രായപ്പെട്ടു. യസീദ് കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ പിൻഗാമിയായി കൊണ്ടുവരണം എന്ന അഭിപ്രായമുണ്ടായി. ആ അഭിപ്രായത്തെ ചിലർ പിന്തുണച്ചപ്പോൾ മറ്റ് ചില നേതാക്കന്മാർ എതിരഭിപ്രായം പറഞ്ഞു. കാരണം യസീദിനേക്കാളും സുസമ്മതരായ നേതാക്കളായ പല വ്യക്തികളും രാജ്യത്തുണ്ട്. ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ, ഇബ്നു സുബൈർ, ഹുസൈൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പല സഹാബിമാരുടെയും പേരുകൾ അത്തരം ചർച്ചകളിൽ പരാമർശിക്കപ്പെട്ടു. ഈ പ്രമുഖരായ ആളുകൾ ഉണ്ടായിരിക്കെ യസീദിനെ ഭരണാധികാരിയാക്കുന്നത് ശരിയല്ല എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു.
അബൂബക്കർ അള്ളാഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത്, ഹിർക്കൽ ചക്രവർത്തിമാർ ചെയ്യുന്നത് പോലെ മക്കൾ പാരമ്പര്യമുണ്ടാക്കുന്നത് ശരിയല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ടായി. വീണ്ടും വീണ്ടും ആലോചനകൾ നടന്നു. അതിൽ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹുവിനെ പോലെയുള്ള ചില ആളുകളെല്ലാം യസീദിനെ ആക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം എത്തിച്ചേർന്നു. കാരണം വീണ്ടും മുസ്ലിം രാജ്യത്ത് രാഷ്ട്രീയ ഭിന്നിപ്പില്ലാതിരിക്കുവാൻ താങ്കളുടെ ജീവിതകാലത്ത് തന്നെ ഒരു പകരക്കാരനെ കണ്ടെത്തണം എന്ന അഭിപ്രായമായിരുന്നു പല പ്രമുഖർക്കുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ പരിണിത ഫലം അവസാനം യസീദിനെ ഖലീഫയായി അംഗീകരിച്ചു. യസീദിനെ പിന്തുണക്കുവാൻ വേണ്ടി ഓരോ പ്രദേശത്തെയും നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഓരോ പ്രവിശ്യകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉത്തരവാദപ്പെട്ട ഗവർണർമാർ മുഖേന അത് ലഭിച്ചുകൊണ്ടേയിരുന്നു, സ്വീകരിച്ചുകൊണ്ടേയിരുന്നു. ആ പിന്തുണ നൽകാതിരുന്ന വ്യക്തികളിൽ ഒരാളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിനെ ഖലീഫയായിട്ട് അംഗീകരിക്കാൻ സന്നദ്ധനായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം കൂഫയിൽ നിന്ന് മദീനയിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. കൂഫക്കാർ മൊത്തത്തിൽ അലി റളിയല്ലാഹുവിൻ്റെ പക്ഷക്കാരും അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നവരും അദ്ദേഹത്തെ പിന്തുണക്കുന്നവരുമാണ്. എങ്കിലും അവരവിടെ നിന്ന് മാറി മക്കയിലേക്ക് താമസിച്ചിരുന്നു. മദീനയിലേക്ക് മാറി താമസിച്ചിരുന്നു. മദീനയിൽ നിന്ന് ഈ ആളുകളുടെ ബൈഅത്ത് സ്വീകരിക്കുവാൻ വേണ്ടി ഗവർണർ ശ്രമം ആരംഭിച്ചപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മക്കയിലേക്ക് പോയി. മക്കയിലായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പിന്തുണയുമായി കൂഫക്കാർ വന്നുകൊണ്ടേയിരുന്നു. നിരന്തരമായ കത്തുകൾ അദ്ദേഹത്തിന് അയച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ യസീദിനെ പിന്തുണക്കുന്നില്ല, താങ്കൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം, ഭരണം താങ്കൾ ഏറ്റെടുക്കണം, താങ്കളെയാണ് ഞങ്ങൾ പിന്തുണക്കുന്നത് എന്ന് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സന്ദേശം വന്നുകൊണ്ടേയിരുന്നു. 500-ൽ പരം നേതാക്കന്മാരുടെ എഴുത്തുകൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള നിരന്തരമായ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ വന്നുകൊണ്ടേയിരുന്നപ്പോൾ അദ്ദേഹം എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടി കൂഫയിലേക്ക് മുസ്ലിം ഇബ്നു അഖീൽ എന്ന ആളെ നിയോഗിച്ചു. അത് അന്യരല്ല, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പിതൃവ്യ പുത്രനാണ് അദ്ദേഹം. അദ്ദേഹം കൂഫയിൽ ചെന്ന് അവിടെയുള്ള നേതാക്കളെയെല്ലാം കണ്ട് സംസാരിച്ച് അവരെല്ലാം പിന്തുണക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. 18,000-ഓളം ആളുകൾ അദ്ദേഹം മുഖേന ഹുസൈൻ റളിയല്ലാഹുവിന് പിന്തുണയും ബൈഅത്തും നൽകുമെന്നുള്ള കരാർ ബയ്യത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ബയ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ സന്ദർഭത്തിൽ എന്തൊക്കെയോ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം CID-മാർ മുഖേന അവിടുത്തെ ഗവർണർ അറിഞ്ഞു. അപ്പോഴേക്കും ആ പ്രദേശത്തിൻ്റെ ഗവർണർ പദവി ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ ഏൽപ്പിച്ചിരുന്നു. ഇബ്നു സിയാദ് ബസറയിലെ ഗവർണറാണ്. ഈ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് യസീദ് ആ പ്രദേശത്തിൻ്റെ ഗവർണർ പദവി കൂടി ബസറയിലെ ഗവർണറായിരുന്ന ഇബ്നു സിയാദിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഇബ്നു സിയാദാണ് ആ രാജ്യത്തിൻ്റെ കൂഫയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അന്വേഷണം നടന്നു. അന്വേഷണത്തിൽ ഈ ബൈഅത്തും ഒത്തുകൂടലുമൊക്കെ നടക്കുന്നത് എവിടെയാണെന്ന് കണ്ടെത്തി. ഹാനി ബിൻ ഉർവ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വെച്ചാണ് ഈ ഒത്തുചേരലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കി, ചോദ്യം ചെയ്തു. ഈ സന്ദർഭം മുസ്ലിം ഇബ്നു അഖീലിൻ്റെ നേതൃത്വത്തിൽ ഗവർണറുടെ കൊട്ടാരം ഉപരോധിച്ചു. ളുഹറിന് 4000 ആളുകളുമായിട്ടാണ് അവർ ചെന്ന് ഉപരോധിച്ചത്.
അസറിൻ്റെ സമയമായപ്പോൾ 4000 ആളുകളിൽ നിന്ന് ഓരോരുത്തരായി പിരിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം ഹുസൈൻ റളിയല്ലാഹുവിന് വേണ്ടി ബൈഅത്ത് ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആളുകളാണ്, കൂഫക്കാരാണ്, ആ പ്രദേശത്തുകാരാണ്. അവരിൽ നിന്ന് 4000-ൽ നിന്ന് അസറിൻ്റെ സമയമായപ്പോൾ 30 ആളുകളാണ് ബാക്കിയായത്. മഗ്രിബായപ്പോൾ അവശേഷിച്ചത് ഈ മുസ്ലിം ഇബ്നു അഖീൽ എന്ന ഏക വ്യക്തി മാത്രമാണ്. അദ്ദേഹം അഭയം തേടി ഒരു വീട്ടിൻ്റെ മുന്നിൽ ചെന്ന് ഗേറ്റിൻ്റെ പുറത്തു നിന്നു. വാതിൽ തുറന്ന് ആ വീട്ടുകാർ അദ്ദേഹത്തിന് വേണ്ട വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്തു. അത് ഗവർണറുടെ ഉദ്യോഗസ്ഥൻ്റെ വീടാണത്. അങ്ങനെ മുസ്ലിം ഇബ്നു അഖീലിനെ അവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്ന ഗവർണറുടെ അടുക്കലേക്കാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഹായികളെയും എല്ലാം അവിടെ ശിക്ഷിക്കപ്പെട്ടു. മുസ്ലിം ഇബ്നു അഖീൽ വധിക്കപ്പെട്ടു. ഇങ്ങനെ ഈ വധിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹുവിന് സന്ദേശം അയച്ചു, താങ്കൾ മക്കയിലേക്ക് മടങ്ങണം. അപ്പോഴേക്കും ഹുസൈൻ റളിയല്ലാഹുവിന് മക്കയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ദുൽഹജ്ജ് 8-നാണ് അദ്ദേഹം മക്കത്തു നിന്ന് പുറപ്പെടുന്നത്. അവിടെ പല പ്രമുഖരോടും അദ്ദേഹം സംസാരിച്ചു. പ്രമുഖരായ പല സഹാബികളും അദ്ദേഹത്തോട് പറഞ്ഞു, കൂഫക്കാരാണ്, അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ചിട്ട് മതി എന്നിങ്ങനെയൊക്കെ അദ്ദേഹം ഉപദേശിച്ചു. അദ്ദേഹത്തോട് ഉപദേശങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അന്തിമമായി അദ്ദേഹം പറഞ്ഞു, ഖുദിയൽ അംറു, കാര്യം തീരുമാനിക്കപ്പെട്ടു, ഞാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ കുടുംബത്തിലെ ആളുകളുമായി 73 അംഗങ്ങളുമായിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം മുസ്ലിം ഇബ്നു അഖീലിൻ്റെ നേതൃത്വത്തിൽ ബയ്യത്ത് നടന്നു. വലിയൊരു വിഭാഗം ആളുകൾ അവിടെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ മുസ്ലിം ഇബ്നു അഖീൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഏകദേശം ഈ സമീപ പ്രദേശത്തേക്കെത്തി. സമീപ പ്രദേശത്തേക്കെത്തിയപ്പോൾ അദ്ദേഹത്തെ തടയുവാൻ വേണ്ടി ഗവർണർ ഹുർർ ബിൻ യസീദ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന പോലീസുകാരുമായി അദ്ദേഹത്തെ നിയോഗിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാദിസിയ എന്ന സ്ഥലത്തെത്തിയപ്പോൾ, ഇറാഖിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഖാദിസിയ, അവിടെ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അവിടെ കലാപമുണ്ടാക്കി, ഗവർണറുടെ വീട് വളഞ്ഞു, അവരെല്ലാം അതിൽ പ്രധാനികളെല്ലാം പിടിക്കപ്പെട്ടു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു പറഞ്ഞു, ഇതാ എൻ്റെ അടുത്തുള്ള കത്തുകൾ. അവിടെ വലിയ ജനപിന്തുണ തനിക്കുണ്ട് എന്ന ധാരണയിലാണ് അദ്ദേഹം ഉള്ളത്. അങ്ങനെ അദ്ദേഹം തൻ്റെ യാത്ര അവിടെ നിന്ന് അവസാനിപ്പിച്ചില്ല, കൂഫയിലേക്ക് തന്നെ യാത്ര തുടർന്നു. കൂഫയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ കൂഫയിൽ പ്രവേശിക്കുന്നത് തടയുവാൻ വേണ്ടി വീണ്ടും 4000 വരുന്ന ഒരു സൈന്യത്തെ കൂടി അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഒരു കലാപം രാജ്യത്തുണ്ടാകുമോ എന്നുള്ള ഭയപ്പാട് സ്വാഭാവികമായും ഭരണാധികാരികൾക്കുണ്ടാകാം. ആ നിലക്ക് അവിടെ വലിയൊരു സൈന്യത്തെ അദ്ദേഹം നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബസമേതം അവിടെ എത്തിയപ്പോൾ അന്നത്തെ ഗവർണർ ഇബ്നു സിയാദ് പറഞ്ഞു, താങ്കൾ കീഴടങ്ങണം. ഇസ്തഅ്സിർ, അമീറിന് വേണ്ടി അമീറിൻ്റെ മുമ്പിൽ താങ്കൾ കീഴടങ്ങണം. അദ്ദേഹം പറഞ്ഞു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി, മുസ്ലിം ഇബ്നു അഖീൽ വധിക്കപ്പെട്ടിട്ടുണ്ട്, തൻ്റെ പകരക്കാരൻ വധിക്കപ്പെട്ടു, ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്ന് ബോധ്യമായി. ആ ബോധ്യമായ സന്ദർഭത്തിൽ അദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപക്ഷെ എന്നെ ഞാൻ വന്ന വഴിയിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കുക, അതല്ലെങ്കിൽ യസീദിൻ്റെ അടുക്കലേക്ക് എന്നെ പറഞ്ഞേക്കുക. യസീദും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ബന്ധുക്കളാണ്, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണവർ. അബ്ദുമനാഫിൻ്റെ സന്താന പരമ്പരയിൽ വരുന്നവരാണ്. അബ്ദുഷംസിൻ്റെ പരമ്പരയിലാണ് യസീദ് വരുന്നത്. യസീദിൻ്റെ ഭാര്യയും ഹുസൈൻ റളിയല്ലാഹു അൻഹു ബന്ധുക്കളാണ്. അങ്ങനെ പരസ്പര കുടുംബ ബന്ധമുള്ള ആളുകളാണവർ. യസീദിൻ്റെ അടുക്കിലേക്ക് വിടാൻ വേണ്ടി പറഞ്ഞു. അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും അതിർത്തിയിലേക്ക് ഞാൻ പോകാം, അവിടെ
ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഞാൻ കഴിയാം. അനുവദിച്ചില്ല. അമീറിൻ്റെ അടുക്കൽ താങ്കൾ കീഴ്പ്പെടുക, താങ്കളെ ബന്ധനസ്ഥനാക്കും. അവിടെ പോവുക, അവിടെ ചെന്നിട്ട് അദ്ദേഹം എന്താണോ തീരുമാനിക്കുന്നത്, ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഏതാണോ താങ്കൾക്ക് അദ്ദേഹം സൗകര്യപ്പെടുത്തി തരുന്നത്, എല്ലാം ഇബ്നു സിയാദിൻ്റെ കയ്യിലാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കീഴടങ്ങൂല, ഞാൻ കീഴടങ്ങില്ല. പോരാടി മരിക്കുവാനുള്ള തീരുമാനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് കർബല എന്ന സ്ഥലത്തെത്തിയിട്ട് അവിടെ വെച്ചുകൊണ്ട് പോരാട്ടമുണ്ടാകുന്നത്. ആ പോരാട്ടത്തിൽ 17 പുരുഷന്മാർ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെയും കുടുംബത്തിലെയും ആളുകളായി വധിക്കപ്പെട്ടു. അതിൽ 5 സഹോദരന്മാരും വധിക്കപ്പെടുന്നുണ്ട്. അതിൽ വധിക്കപ്പെടാതെ പോയത് 2 അലിയുണ്ട്. ചെറിയ അലിയുണ്ട്, വലിയ അലിയുണ്ട്. അലിയുൽ അസ്ഗർ വധിക്കപ്പെട്ടിട്ടില്ല. 21 വയസ്സുണ്ടായിരുന്നു അദ്ദേഹം രോഗശയ്യയിലായിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിൽ നേരിട്ട് അദ്ദേഹം ആ സംഘട്ടനത്തിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹമാണ് സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന മദീനയിലെ മഹാപണ്ഡിതന്മാരിൽ ഒരാളായി പിന്നീട് പ്രസിദ്ധിയാർജിച്ച വ്യക്തി അലിയുൽ അസ്ഗർ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാൻ വേണ്ടി ഏറ്റുമുട്ടലിൻ്റെ ആ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മുൻനിരയിൽ ആദ്യം നിയോഗിക്കപ്പെട്ട 1000ഓളം ആളുകളുമായി വന്ന ഹുർർ ബിൻ യസീദ് പറഞ്ഞു, ഉഖയ്യിറു ബൈനൽ ജന്നത്തി വന്നാർ, ഞാൻ സ്വർഗമോ നരകമോ എന്നാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് പ്രവാചക പുത്രിയുടെ മകനെ കയ്യേറ്റം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല, ഞാൻ സ്വർഗം തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഘടന മുഖത്ത് നിന്ന് അദ്ദേഹം പിന്മാറി. അദ്ദേഹത്തിൻ്റെ കൂടെ 40 ആളുകളും ആ സംഘടനത്തിൽ നിന്ന് മാറി നിന്നു. എന്നാൽ മറുഭാഗത്ത് ശിംർ ബിൻ ജോഷൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഹുസൈൻ റളിയല്ലാഹുവിനെ വധിക്കുന്നത്. വധിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ തല മുറിച്ചെടുത്ത് അത് ഗവർണറുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ആ കർത്തവ്യം ചെയ്തത് സിനാൻ ബിൻ അനസ് എന്ന വ്യക്തിയാണെന്നാണ് ചരിത്രകാരന്മാരിൽ വലിയൊരു വിഭാഗവും പരാമർശിക്കുന്നത്. ഇതിൽ ആശ്ചര്യകരമായൊരു സംഗതി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഞാൻ ഈ ചരിത്രത്തിൻ്റെ വിശദമായ രൂപത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ സൂചിപ്പിക്കുന്നത് ആരായിരുന്നു കൂഫക്കാർ. അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് വേണ്ടി വാദിച്ച് അലി റളിയല്ലാഹുവിനെ പിന്തുണച്ച് അലി റളിയല്ലാഹുവിൻ്റെ തലസ്ഥാനം കൂഫയിലേക്ക് കൊണ്ടുവന്നത് ഈ കൂഫക്കാരാണ്. അത്രമാത്രം അലി പക്ഷത്ത് ഉറച്ചു നിന്ന ധീരന്മാരായ ആളുകളാണവർ. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹുസൈൻ റളിയല്ലാഹുവിനെ വധിച്ച വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി സിഫീൻ സംഘട്ടനം നടന്നപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ കൂടെ നിന്ന് പോരാടിയ വ്യക്തിയാണ് ശിംർ ബിൻ ജോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് നബി കുടുംബത്തെ ഇവിടെ കൊന്നൊടുക്കിയത്? ഹുസൈൻ റളിയല്ലാഹുവിനെയും അഹ്ലു ബൈത്തിനെയും ആരാണ് ഈ നിലയ്ക്ക് കൊന്നൊടുക്കിയത്? അത് കൊന്നൊടുക്കിയിട്ടുള്ളത് കൂഫക്കാരാണ്. ഇത് സുന്നികളുടെ ഗ്രന്ഥങ്ങൾ എന്ന പോലെ, അഹ്ലുസുന്നത്തിൻ്റെ കിതാബുകളിൽ എന്നതുപോലെ ഷിയാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങളും നമുക്ക് കാണാം. കൂഫക്കാർ ചെയ്തിട്ടുള്ള ആ ചതി, ആ വഞ്ചന എത്രമാത്രം കടുത്തതാണെന്ന്. കാരണം ഹുസൈൻ റളിയല്ലാഹുവിനെ ക്ഷണിച്ചു കൊണ്ടുവന്നത് അവരാണ്. ഹുസൈൻ റളിയല്ലാഹുവിന് വേണ്ടി അവരാണ് ആ നാട്ടിൽ നിന്ന് മുസ്ലിം അഖീലിൻ്റെ കൂടെ ബയ്യത്ത് ചെയ്തത്. അത്രയും വലിയ ഒരു ജനത പിന്തുണച്ച് ബയ്യത്ത് ചെയ്തിട്ട് ഇബ്നു സിയാദിൻ്റെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായപ്പോൾ ഒപ്പം നിന്നിരുന്നവർ മഗ്‌രിബാകുമ്പോഴേക്ക് എല്ലാവരും പിരിഞ്ഞുപോയി. ചില ചരിത്രകാരന്മാർ പറയുന്നത് കൂഫക്കാരുടെ കൽബ് അഹ്ലു ബൈത്തിൻ്റെ കൂടെയും അവരുടെ വാള് ഇബ്നു സിയാദിൻ്റെ കൂടെയുമാണെന്നാണ്. ഇതേ ഷിയാക്കൾ തന്നെയാണ്
അലി പക്ഷക്കാരാണെന്ന് വാദിച്ച് ബൈഅത്ത് ചെയ്ത ഇതേ വഞ്ചകരാണ് ഈ നബി കുടുംബത്തെ ഇപ്പോൾ കൊന്നൊടുക്കിയതായി ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ സംഭവം നടന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ദുൽഹജ്ജ് 8-നാണ് ഹുസൈൻ റളിയല്ലാഹു മക്കയിൽ നിന്ന് പുറപ്പെട്ടത്. മുഹറം 10-നാണ് കർബലയിൽ സംഘട്ടനമുണ്ടാകുകയും വധിക്കപ്പെടുകയും ചെയ്തത്. ഈ സംഭവം നടന്ന മുഹറം 10-നാണ്. അതിൻ്റെ പേരിൽ ഇന്ന് ഖേദം പ്രകടിപ്പിക്കുകയാണ് ഷിയാക്കൾ ചെയ്യുന്നത്. അവർ രക്തമൊഴുക്കുന്നു, കത്തികളും ആയുധങ്ങളും ഉപയോഗിച്ച് ശരീരം മുറിപ്പെടുത്തി തെരുവുകളിലൂടെ യാ ഹുസൈൻ യാ അലി എന്ന് പറഞ്ഞുകൊണ്ട് അവർ രക്തമൊഴുക്കിക്കൊണ്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഓരോ ആശൂറായിൻ്റെ ദിനവും. ആശൂറായിൻ്റെ 10 ദിനവും അവർ ദാഹജലം എന്ന നിലക്ക് പാനീയങ്ങൾ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ 10 ദിനങ്ങളും ദുർദിനങ്ങളാണ് എന്ന് അവർ വിശ്വസിക്കുന്നു, നഹ്സിൻ്റെ ദിനങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിനം ദുഃഖം ആചരിച്ചുകൊണ്ട് ഒരുപാട് ആചാരങ്ങളും സമ്പ്രദായങ്ങളുമൊക്കെയാണ് ഷിആ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഞാൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ എന്നാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അന്ന് പിന്തുണച്ച് ബൈഅത്ത് ചെയ്ത ചതിയന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്ന് മുദ്രാവാക്യം വിളിക്കുന്ന, തെരുവിൽ വെച്ച് രക്തമൊഴുക്കുന്ന ഈ ആളുകളും ചെയ്തുകൂടായില്ല. ഇത് ഇന്ന് ഇസ്ലാമിക ലോകത്ത് ആഷുറ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി നമ്മുടെ മീഡിയകളൊക്കെ അവതരിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ 2 പെരുന്നാളിനും ഇല്ലാത്ത മഹത്വവും പ്രാധാന്യവുമാണ് ആഷുറായിനുള്ളത്. നമ്മുടെ നാടുകളിൽ ധാരാളം അതിഥി തൊഴിലാളികളുണ്ട്. അവരിൽ വലിയ വിഭാഗം നാട്ടിലേക്ക് പോകുന്നത് ആഷുറായിന് വേണ്ടിയാണ്. അത്രമാത്രം വലിയ ഒരു ആഘോഷവും ആചാരവുമൊക്കെയാണ് മൊത്തത്തിൽ അവർക്കിടയിലുള്ളത്. ഈ നിലക്ക് ആഷുറായിന് പിൽക്കാലത്തുണ്ടായ ഒരു ചരിത്ര സംഭവത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആഷുറായി ദിനം 10 ദിനം മുഹറം 10 ദിനം ദുർദിനമാണ് എന്നും ആ ദിവസങ്ങളിൽ ദുഃഖിക്കേണ്ടതുണ്ടെന്നും അത് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്നുമൊക്കെയുള്ള വളരെ മഹത്വമായ പരിവേഷം അതിന് നൽകുന്നതാണ് കാണുന്നത്. മാത്രവുമല്ല ആ കർബല എന്ന മണ്ണ് പോലും ഹറമിന് സമാനമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കളിലെ വലിയൊരു വിഭാഗം ആളുകളും. അവരെയൊക്കെ തീർത്ഥാടനം നടത്തുക, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ജഡം ഖബറടക്കിയിട്ടുള്ള ആ ജാറത്തിലേക്ക് പോവുക, അവിടെ സുജൂദിലും പ്രാർത്ഥനയിലും നേർച്ചയിലും വഴിപാടുമൊക്കെ നടത്തുക, ഇതൊക്കെ ഈ മുഹറത്തിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനകളായിട്ടാണ് ആ സമൂഹത്തിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത്. നമ്മളിവിടെ ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ വാപ്പ അലി റളിയല്ലാഹുവിന് വധിക്കപ്പെട്ടു എന്ന് നാം നേരത്തെ പറഞ്ഞല്ലോ. ആ ദിനം ഒരു ദുഃഖാചരണ ദിനമായി അന്നും ഇന്നും ആഘോഷിക്കപ്പെടുന്നില്ല. അതിനു മുമ്പ് 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിപ്ലവകാരികളുടെ കയ്യാൽ വധിക്കപ്പെട്ടു. അതും ഒരു ദുഃഖദിനമായി ആചരിക്കാറില്ല. അതിൻ്റെ മുമ്പ് മുസ്ലിം ലോകത്തെ അങ്ങേയറ്റം ദുഃഖത്തിലാക്കിയ മരണമായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ വധത്തിലൂടെ ഉണ്ടായത്. അതും ഒരാചരിച്ചിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ പല പ്രമുഖരായ സഹാബികളും വധിക്കപ്പെട്ടിട്ടുണ്ട്. ആ വധിക്കപ്പെട്ട ദിനം വർഷാവർഷം ദുഃഖം ആചരിക്കുവാൻ വേണ്ടി, ചരമദിനം ആചരിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് അത് ഉപയോഗിച്ചിട്ടുമില്ല. അപ്പം ഇവർക്കാർക്കും ഇല്ലാത്ത എന്തോ ഒരു മഹത്വമാണ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മരണത്തിനുള്ളത്. അവരൊക്കെ അലി റളിയല്ലാഹുവിന് വധിക്കപ്പെട്ടു. ആ അലി പക്ഷക്കാരെന്ന് അവകാശപ്പെടുന്ന ഷിയാക്കള് അലി റളിയല്ലാഹുവിൻ്റെ
ദുഃഖാചരണം നടത്തുന്നതിനേക്കാൾ ഏറെ മഹത്വം കൽപ്പിക്കുന്നത് കർബലക്കാണ്. അത്രമാത്രം മഹത്വം സങ്കല്പിക്കപ്പെടാൻ എന്താണ് കാരണം? ചുരുക്കത്തിൽ ഇസ്ലാമിക ആചാരങ്ങളിൽ ഏത് മഹാനായ വ്യക്തി മരിച്ചാലും വധിക്കപ്പെട്ടാലും ഷഹീദായിരുന്നാലും ശരി, ആ ദിനം ഒരു ദുഃഖദിനമായി എല്ലാ വർഷവും ആചരിക്കുക എന്നുള്ളത് ഇസ്ലാമികമായ സമ്പ്രദായമില്ല. ഇസ്ലാമിൽ അത്തരം ദുഃഖകരമായ അനുഭവമുണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാ ആണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ മാറത്തടിച്ചും ശരീരത്തിൽ നിന്ന് മുറിവേൽപ്പിച്ചും രക്തമൊലിപ്പിച്ചുകൊണ്ട് ദുഃഖപ്രകടനം നടത്തുന്നത് ഇസ്ലാമിക ആചാരത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതെന്താണ്? ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ. മുഖത്തടിക്കുകയും മാറിടം വലിച്ചു കയറുകയും വസ്ത്രം പെച്ചി ചീന്തുകയും ചെയ്തുകൊണ്ടൊക്കെ ദുഃഖം പ്രകടിപ്പിക്കുന്നവർ നമ്മുടെ സമുദായത്തിൽപ്പെട്ടതല്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. എന്നാൽ ഇന്ന് ഷിആ സമൂഹം തെരുവുകളിൽ അതാണ് അവരുടെ ദുഃഖാചരണത്തിൻ്റെ ഏറ്റവും പ്രകടമായ ചിഹ്നമായി കണ്ടുവരുന്നത്. ഈ രൂപത്തിൽ കർബല സംഭവത്തെ ആശൂറാവുമായി കൂട്ടിച്ചേർക്കുകയും അതിൻ്റെ പേരിൽ ഇതുപോലെയുള്ള ഇസ്ലാമികമല്ലാത്ത തീർത്തും ബിദ്അയായ ശിർക്കുപരമായ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ആഘോഷിക്കുകയും ചെയ്യുന്നവരാണ് ഒരു ഭാഗം. മറുഭാഗത്ത് തീർത്തും ഇല്ലാതെയല്ല സന്തോഷിക്കുന്ന ചില ഈ ദിവസം സന്തോഷത്തിൻ്റെ ദിനമായി ആചരിച്ചവരും ഉണ്ടായിരുന്നു. ഇബ്നു കസീർ റഹ്മഹുല്ലാ ബിദായയിൽ ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്ത് ഈ രണ്ട് വിഭാഗത്തെയും വിമർശിച്ചുകൊണ്ട് രണ്ട് കൂട്ടരും ചെയ്യുന്നത് ഇസ്ലാമികമല്ല എന്ന് പരാമർശിക്കുന്നത് നമുക്ക് കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ കർബല സംഭവത്തെ സംബന്ധിച്ച് ധാരാളമായി അദ്ദേഹത്തിൻ്റെ മജ്മുഅയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് അങ്ങേറ്റം അധിക്ഷേപിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം ഷഹീദായിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു സിയാദാണ് അതിൻ്റെ കുറ്റവാളി എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഇബ്നു സിയാദായ ഗവർണറെ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെ തിക്തഫലം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. മുഖ്താറു സഖഫിയുടെ നേതൃത്വത്തിലുള്ള സൈന്യം, അദ്ദേഹത്തിൻ്റെ സംഘം ഇദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്തതെന്തായിരുന്നോ അത് തിരിച്ചദ്ദേഹത്തിന് നൽകിയ ചരിത്രമാണ് അവിടെ നമ്മൾ കാണുന്നത്. സൂചിപ്പിക്കുന്നത് അക്രമമായ ഈ ക്രൂരമായ പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഇബ്നു സിയാദിന് ദുഷ്പേര് ഇസ്ലാമിക സമൂഹത്തിൽ എന്നേക്കുമായി അവശേഷിപ്പിക്കാനല്ലാതെ മറ്റൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇബ്നു സിയാദിൻ്റെ ഈ പ്രവർത്തികൾ യസീദിൻ്റെ കൽപ്പനയായിരുന്നില്ല. ഖലീഫയായിരുന്ന യസീദ് ഹുസൈൻ റളിയല്ലാഹുവിനെ വധിക്കുവാൻ ഒരു നിലക്കും കൽപ്പിച്ചതായ ഒരു രേഖയും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ആ കാര്യം വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് നമുക്ക് കാണാം. വലം യഉമുർ, ഇബ്നു സിയാദിനോട് വധിക്കുവാൻ വേണ്ടി ഒരിക്കലും അദ്ദേഹം കൽപ്പിച്ചിട്ടില്ല. മറിച്ച് ഹുസൈൻ റളിയല്ലാഹുവിനെ തടയണം, അത് മാത്രമായിരുന്നു ഖലീഫ ഉദ്ദേശിച്ചിരുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇബ്നു സിയാദ് എന്ന ഗവർണറുടെ പ്രവർത്തനം മാത്രമായിരുന്നു എന്ന് ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം. സൂചിപ്പിച്ചത് ഇങ്ങനെയാണ് മുസ്ലിം ലോകത്ത് ഒരു ഭാഗത്ത് ഈ ഷിആയിസവുമായി ബന്ധപ്പെട്ടാണ് കർബലയെയും ആഷൂറായിനെയും ചേർത്ത് വെച്ചാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കാലഘട്ടമായപ്പോഴേക്കും ഷിആയിസം രാഷ്ട്രീയപരമായിട്ടാണ് തുടക്കം കുറിച്ചതെങ്കിലും അവർക്ക് അവരുടേതായ ചില ചിന്തകളും ആചാരങ്ങളുമൊക്കെ രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇമാമത്ത് വാദമാണ്. ഇമാമത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു നേതൃത്വം വഹിക്കുന്ന വ്യക്തി എന്ന അർത്ഥം മാത്രമല്ല. അത് ഖലീഫയാണ്, അമീറാണ്, രാജ്യം ഭരിക്കുക എന്നുള്ളത്.
അതിൻ്റെ അപ്പുറമുള്ള പദവിയാണ് ഇമാമിന് അവർ നൽകുന്നത്. ഇമാമ് മഅസൂമാണ്, പാപ സുരക്ഷിതനാണ്, തെറ്റ് സംഭവിക്കാത്തയാളാണ് ഇമാമ് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ഇസ്മത്തുണ്ട് ഇമാമിന്. അദ്ദേഹത്തിന് ഇൽമുൽ ഗൈബ്, അദൃശ്യജ്ഞാനമുണ്ട്. അദ്ദേഹം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ കൈകാര്യത്തിൽ തസറുഫുണ്ട്, തദ്ബീറിൽ അദ്ദേഹത്തിന് പങ്കുവഹിക്കാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള അത്യധികം ഉന്നതമായ മറ്റ് ഖലീഫമാർക്കാർക്കും ഇല്ലാത്ത ഒരു പദവിയുള്ളയാളാണ് ഇമാം എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിആക്കൾ. പിന്നീട് അവരിൽ വിവിധ വിഭാഗങ്ങളുണ്ടായി. അതിൽ ഏറ്റവും പ്രസിദ്ധമായ വിഭാഗം 12 ഇമാമുകളിൽ വിശ്വസിക്കുന്ന ഇസ്നാശരികളാണ്. അവർ 12ാമത്തെ ഇമാമായി വിശ്വസിക്കുന്ന വ്യക്തി മുഹമ്മദുൽ ഹനഫിയ. അദ്ദേഹം ഭൂമിക്ക് അടിയിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം പ്രത്യക്ഷപ്പെടാനുള്ള സമയമായിരിക്കുന്നു, താങ്കൾ വരുന്നില്ലേ എന്ന് ഇടയ്ക്കിടെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. സാമുറ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്, പഴയകാലത്തെ പ്രസിദ്ധമായ നഗരമാണ്. ആ നഗരത്തിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് അദ്ദേഹം ഇറങ്ങിപ്പോയതാണ്, പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ്. ഇനി അദ്ദേഹം തിരിച്ചു വരുന്നത് മഹ്ദി ആയിക്കൊണ്ടാണ്. ലോകത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന മഹ്ദി എന്ന നിലക്ക് തിരിച്ചു വരുന്ന 12ാമത്തെ ഇമാമിനെയും കാത്തിരിക്കുകയാണ് ഇസ്നാ അശ്ശരികളാകുന്ന ഷിയാ വിഭാഗങ്ങൾ. മറ്റൊരു വിഭാഗം ഷിയാക്കളിലുള്ളത് ഇസ്മായിലികളാണ്. സിറിയയിലൊക്കെയുള്ള വലിയൊരു വിഭാഗം ആളുകളും ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വം അംഗീകരിക്കുന്ന ഇസ്മായിലി ഷിയാക്കളാണ്. ആ ഇസ്മായിലി ഷിയാക്കൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലുള്ള ബോറി മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ബോംബെയിലെ ഷിയാക്കളാണവർ. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികളും ലോകത്ത് തന്നെയും അറിയപ്പെടുന്ന വലിയ ബിസിനസ്സുകാരുമായ സമ്പന്നരായ ഒരു വിഭാഗമാണ് ബോറി മുസ്ലിങ്ങൾ. അവർ ബോംബെയിലാണ് ഏറ്റവും അധികമുള്ളത്. മറ്റൊരു വിഭാഗം സെയ്ദികളാണ്. യമൻ്റെ ഭാഗങ്ങളിൽ ഏറെ അധികമുള്ള വിഭാഗം സെയ്ദി ഷിയാക്കളാണ്. അഹ്ലുസുന്നത്തും സെയ്ദികളും തമ്മിൽ വലിയ അകൽച്ചയില്ല. സെയ്ദികളും അഹ്ലുസുന്നത്തിനെ പോലെ തന്നെ 3 ഖലീഫമാരെ അംഗീകരിക്കുന്നുണ്ട്. കാരണം അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ അള്ളാഹിനെയും ഉമർ അള്ളാഹിനെയും ഉസ്മാൻ അള്ളാഹിനെയും അംഗീകരിച്ചതുകൊണ്ട് ഞങ്ങളും അംഗീകരിക്കുന്നു. എന്നാലും സ്ഥാനം കൊണ്ട് മഹത്വം കൂടുതൽ അലിക്ക് തന്നെയാണല്ലോ. ഇതാണ് സെയ്ദികളുടെ വീക്ഷണം. എന്നാൽ മറ്റുള്ളവരുടെ വീക്ഷണം അങ്ങനെയല്ല. അവർ 3 ഖലീഫമാരെയും തള്ളിപ്പറയുന്നവരും നിഷേധിക്കുന്നവരും അധിക്ഷേപിക്കുന്നവരും ഒക്കെയാണ്. ഇറാൻ പ്രസിഡൻ്റായിരുന്ന റഫ്സൻജാനി മുമ്പൊരിക്കൽ സൗദി അറേബ്യയിൽ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം മദീന സന്ദർശിച്ചു. മദീന സന്ദർശന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിച്ചു, സലാം പറഞ്ഞു. ശേഷമുള്ള 2 ഖബറിൻ്റെ മുമ്പിലും അപമര്യാദ അദ്ദേഹം പ്രകടിപ്പിച്ചു. കാരണം ശേഷമുള്ള 2 ഖബർ, ഒന്ന് അബൂബക്കർ അള്ളാഹുവിൻ്റെതാണ്, മറ്റൊന്ന് ഉമർ അള്ളാഹുവിനോടാണ്. അവരുടെ വീക്ഷണത്തിൽ അധിക്ഷേപിക്കപ്പെട്ട 2 ആളുകളാണവർ. അതായിരുന്നു ഇമാമിയാക്കൾ അല്ലെങ്കിൽ റാഫിദിയാക്കൾ, ഇസ്നാശരികൾ എന്ന് പറയുന്ന ഷിയാക്കൾ കാണുന്നത്. അന്നത്തെ വെള്ളിയാഴ്ച ദിനം ഖുത്ബയിൽ ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഷെയ്ഖ് ഹുദൈഫി പരാമർശിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് ഒരു അന്താരാഷ്ട്ര നടപടിയുടെ ഭാഗമാണ്. ഒരു രാഷ്ട്രപ്രതിനിധി, രാഷ്ട്രത്തലവൻ എന്ന നിലക്കാണ് റഫ്സൻജാനി വന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു വിഷയത്തിൻ്റെ ഭാഗമെന്നോണം ആ വിമർശനം പരസ്യമായി ഖുത്ബയിലൂടെ വിമർശിച്ചത് അവിടുത്തെ നിയമമനുസരിച്ചത് ശരിയായ നിലപാടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഞാൻ സൂചിപ്പിച്ചത് അതാണ് ഈ പറയപ്പെടുന്ന ഷിയാക്കളുടെ നിലപാട് ഇസ്ലാമിലെ ആദ്യത്തെ 3 ഖലീഫമാരോട്. ആ ഖലീഫമാരെ പിന്തുണക്കുന്ന സഹാബികളോട് കടുത്ത വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ഒരു കടുത്ത ഹൃദയമുള്ളൊരു വിഭാഗം ഷിയാക്കളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലും ഷിയാക്കൾക്ക് കുറച്ചൊക്കെ സ്വാധീനമുണ്ട്. കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, കേരളക്കരയിലേക്ക് വന്ന
കൊണ്ടോട്ടി തങ്ങന്മാരെന്നറിയപ്പെടുന്ന എഹ്തിശാം തങ്ങളും അദ്ദേഹത്തിൻ്റെ സഹോദരനുമൊക്കെ അവരെല്ലാം ഷിആബ് തങ്ങന്മാരായിരുന്നു. ബോംബെയിൽ നിന്ന് ഷിയാക്കളായ ഖോജമാരായ പണ്ഡിതന്മാർ വന്ന് അവരാണ് കേരളത്തിൽ കൊണ്ടോട്ടി കൈ എന്ന പേരിൽ ഒരു കൈ തുടങ്ങിയത്. അതിന് എതിരിലുണ്ടായിരുന്നൊരു കൈയുണ്ട്, അത് പൊന്നാനി കൈയാണ്. മഖ്ദൂം കുടുംബങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പൊന്നാനി കൈയും കൊണ്ടോട്ടി കൈയും, ഈ രണ്ട് കൈകളും തമ്മിൽ ഇവിടെ ഏറെ സംവാദങ്ങളും സംഘട്ടനങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഒരുപാട് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഈ ഇടക്കാലത്ത് കൊണ്ടോട്ടിയുടെ നേർച്ച കോടതിയിൽ കേസ് വന്നതിൻ്റെ പേരിൽ നിർത്തിവെച്ചിരുന്നു. ഇപ്പം രമ്യമായി പരിഹരിച്ച് വീണ്ടും നേർച്ച ആരംഭിച്ചു. ഞാനിത് പറയുന്നത്, ആ നേർച്ചയിൽ അവർ ഉയർത്തിപ്പിടിച്ചൊരു ബാനറുണ്ട്. ആ ബാനറിലുള്ളത് ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങളെന്നറിയില്ല. പ്രസിദ്ധമായൊരു കവിതയുണ്ട്, ലീ ഹംസത്തുൻ ഉത്ഫി ബിഹാ ഷർറൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർത്തല വബ്നാഹുമ വഫാത്തിമ. എനിക്ക് 5 ആളാണുള്ളത്, അള്ളാഹുവും റസൂലും, അൽ മുസ്തഫ റസൂലുള്ള, വൽ മുർത്തല അലിയുൽ മുർത്തല, വബ്നാഹുമ ഹസൻ ഹുസൈൻ വഫാത്തിമ. ഈ 5 ആളുകളാണുള്ളത്. അതിലാരില്ല? 1-ാം ഖലീഫയില്ല, 2-ാം ഖലീഫയില്ല, 3-ാം ഖലീഫയില്ല. ഈ 3 ഖലീഫമാരെയും പിന്തുണക്കുകയും പിന്തുടരുകയും സഹായിക്കുകയും ചെയ്ത ആളാണ് അലി റളിയല്ലാഹു അൻഹു. ആ 3 ആളുകളെയും ഒഴിവാക്കി ഈ 5 ആളുകളാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. ആ 5 ആളുകൾ തന്നെയാണ് ഈ ബാനറിലും ഉണ്ടായിരുന്നത്. അവർ ഉയർത്തിപ്പിടിച്ച ബാനറിലും അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സൂചിപ്പിക്കുന്നത് ഇതാണ് ഷിയാ ആശയം. സഹാബികളിലെ പ്രമുഖരായ ഖലീഫമാരെയും അവരെ പിന്തുണച്ച ആളുകളെയുമെല്ലാം അധിക്ഷേപിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നൊരു സമീപനം ഷിയാക്കൾക്കുണ്ട്. അതിന് പകരം അവർ വെക്കുന്നത് ആരെയാണ്? അവരെക്കാളെല്ലാം ഉന്നതരായ വ്യക്തിത്വങ്ങളാണ് തങ്ങളുടെ ഇമാമുകൾ എന്ന് പറയുന്ന രൂപത്തിലാണ്. ആ ഇമാമുകൾക്ക് എല്ലാവിധ കഴിവുകളും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങളും അവർക്കുണ്ട് എന്ന് വിശ്വസിക്കുകയും അവരോട് പ്രാർത്ഥിക്കുന്ന, അവരുടെ കബറിടങ്ങളിലേക്ക് ജാറങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരു അവസ്ഥയാണ് ഈ ഷിയാ മുസ്ലിങ്ങൾക്കിടയിലുള്ളത്. എല്ലാവരും ഒരേ അളവിലല്ല, അവരിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. അളവുകളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഈ നിലക്കാണുള്ളത്. ഇങ്ങനെ മുഹറം മാസത്തിൻ്റെ പേരിലും മുഹറം 10-ലെ ആശുറായിൻ്റെ പേരിലും ഷിയാക്കൾ ഉയർത്തിപ്പിടിക്കുന്നത് അവരുടെ ആശയത്തെയാണ്. അതിർ പ്രചരിപ്പിക്കുവാനുള്ള ഒരു ദിനമായിട്ടാണ്, കർബലയുടെ പേരിൽ ദുഃഖമാചരണ ദിനമായിട്ടാണ് അവർ മുസ്ലിം ലോകത്ത് ഇതിനെ ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ പിൽക്കാലത്തുണ്ടായ ഒരു സംഭവം ഇസ്ലാമിൻ്റെ ആരാധനയുമായോ ഇസ്ലാം നിശ്ചയിച്ച ദിനങ്ങളുമായോ നേർക്കുനേരെ ബന്ധപ്പെടുന്നതല്ല എന്നത് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. എന്നിരുന്നാലും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ എന്ന നിലക്കാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പവിത്രമായ മാസമാണ് മുഹറം, ഒരിക്കലും നഹസിൻ്റെ മാസമല്ല. ഇസ്ലാമിൽ അങ്ങനെ നഹസുള്ള ദിനങ്ങളോ മാസങ്ങളോ ഇല്ല. കലണ്ടർ ചിലതിൽ നോക്കിയാൽ റമദാൻ മാസത്തിൽ ഉണ്ടാകും 1-2 ദിവസം നഹസ്, ദുർദിനം ഉണ്ടാകും. അങ്ങനെ ഒരു ദുർദിനം ഇസ്ലാമിലില്ല. ഇബ്ൻ ഹജർ അൽ ഹൈതമിയെ പോലെയുള്ള പണ്ഡിതന്മാർ മുസ്ലിങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു ചിന്ത വന്നത് അത് യഹൂദന്മാരുടെ സംസ്കാരത്തിൽ നിന്നാണ്, മുസ്ലിം ഉമ്മത്തിൻ്റെ ചര്യയിൽ നിന്നല്ല എന്നുപോലും വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, നാശം സംഭവിച്ചാൽ ആ ദിവസം ദുർദിനമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. മറിച്ച് ആശൂറ ദിനം മൂസാ നബി അലൈഹി സ്വലാമിനെയും വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ ദിനമാണ്. ഫിറഔനും അവൻ്റെ കൂടെയുള്ള ആളുകളെയും സംബന്ധിച്ച് അവർക്ക് നാശത്തിൻ്റെ ദിനമാണ്. അപ്പോൾ കർമ്മങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മനുഷ്യരുടെ നഹസും നന്മയുമൊക്കെ വരുന്നത്. അതല്ലാതെ കാലത്തിന് നഹസില്ല എന്നർത്ഥം. ഇവർ കാലത്തിന് നഹസുണ്ട്, ദിവസങ്ങൾക്ക് നഹസുണ്ട്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഒരു നല്ല കാര്യം തുടങ്ങിക്കൂടാ, വിവാഹം നടത്തിക്കൂടാ, വീട് താമസം ആരംഭിച്ചുകൂടാ, എക്കാലത്തേക്കും നാശമായി തീരും എന്നുള്ള വിശ്വാസം സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. മനുഷ്യൻ ശാസ്ത്രീയമായി ഒരുപാട് പുരോഗതി പ്രാപിച്ചെങ്കിലും
ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ നമ്മുടെ നാട്ടിലെ ചർച്ച എന്തായിരുന്നു? 13-ാം നമ്പർ ഒരു സാധു നമ്പറാണ്. ആ സാധു നമ്പറുള്ള കാർ ആർക്കും വേണ്ടെന്നാണ്. കാരണം 13-ാം നമ്പർ കാറ് ഏത് മന്ത്രിയാണോ ഏറ്റെടുക്കുന്നത് അയാൾക്ക് നഹസായിരിക്കും. വലിയ ഹോട്ടലുകൾക്ക്, ഫുന്തുക്കുകൾക്ക് മുകളിൽ കയറിയാൽ 11 കഴിഞ്ഞ് 12 കഴിഞ്ഞാൽ 12A ആണ്. 13-ാം നമ്പറില്ല, പിന്നെ 14 ഉള്ളൂ. ചില കോടതികളിൽ പോലും നമ്പർ 13 ഇല്ല. കാരണം 13 എന്തോ ഭയാനകത്വമുള്ള, ദുശകനമുള്ള നമ്പറാണെന്നാണ് വിശ്വാസം. നമ്മൾ ജീവിക്കുന്ന ഏത് നൂറ്റാണ്ടിലാണ്? ചൊവ്വയിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റുമോ ഇപ്പോൾ ആളുകൾ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ചൊവ്വാദോഷം പറഞ്ഞിട്ട് ചൊവ്വാഴ്ച ദിവസം ബാർബർ ഷോപ്പുകൾക്ക് അവധി കൊടുത്തത്. കാരണം അന്ന് ആരും കല്യാണം നടത്തൂല. ചൊവ്വാഴ്ച ദിവസം, ഇന്നലെ എന്നോട് പറഞ്ഞു, ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിറ്റോറിയം എപ്പോഴും ഫ്രീ ആട്ടോ എന്ന്. കാരണം അന്ന് ഓഡിറ്റോറിയം ആർക്കും വേണ്ട. അവിടെയാണ് നമ്മളെ ഈ യുഗത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഓർക്കണം, അന്ധവിശ്വാസങ്ങൾ എത്ര കാലം പിന്നിട്ടിട്ടും പഴയ കാലത്തെ പോലെ ഇന്നും നിലനിൽക്കുകയാണ്. ഇപ്പോഴും അന്ധവിശ്വാസത്തിന് വേണ്ടി ചില മാസികകളിൽ അവസാനം ഒരു പേജുണ്ട്, നിങ്ങളുടെ ഭാഗ്യ നിർഭാഗ്യ നക്ഷത്രങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അതാണ് ലോകം. അപ്പോൾ ആ അന്ധവിശ്വാസത്തിലൊക്കെ മുക്തി നേടിയ ഒരു മതവും വിശ്വാസവുമാണ് ഇസ്ലാമിലൂടെ നമുക്ക് ലഭിച്ചത്. വീണ്ടും അതിനെ അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ഇത്തരത്തിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും മുസ്ലിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്ന വിഭാഗം ഒന്ന് ഷിയാക്കൾ, രണ്ടാമത്തത് കൊടുത്തും വാങ്ങിയും ഷിയാക്കളുമായി താരതമ്യപ്പെട്ടും പോകുന്ന സൂഫികളുമാണ്. ഇത് രണ്ടും നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ശരിയായ അഹ്ലുസുന്നത്തിൻ്റെ മാർഗം പൂർവകാല സൂരികളായിരുന്ന പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ സലഫുകളൊക്കെ ഏത് മാർഗമാണോ, മൻഹജാണോ സ്വീകരിച്ചിരുന്നത്, അത് നാം തിരിച്ചറിഞ്ഞ് ആ മാർഗത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമാണ് ഇഹലോകത്ത് നമുക്ക് സമാധാനം, പരലോകത്ത് സമാധാനത്തിൻ്റെ സ്വർഗവും ലഭിക്കുക. അള്ളാഹു അതിന് നമ്മെ എല്ലാം തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.